ഇദ്ദേഹം ഫിനാൻഷ്യലി ഒരുപാട് താഴെ തട്ടിലാണ് എന്ന് ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ആദ്യ പൊടിയുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ തന്നെ ഞാൻ നേരിട്ട് മനസ്സിലാക്കി. പുള്ളി നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് ലോകം അറിയാതെ ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കണം എന്നുള്ള ആ കൊനഷ്ട് പിടിച്ച ബുദ്ധി കണ്ടില്ലേ. കള്ളത്തരം കാണിച്ചവൻ ചെറിയൊരു റൂമിനകത്ത് 3-4 മൈക്കുകൾക്ക് മുന്നിൽ നിന്ന് പറയാനുള്ള ചങ്കൂറ്റമേ ഉള്ളൂ. പക്ഷേ പൈസ പോയി സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലെ ഏത് വലിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയിരുന്നു തന്റെ കയ്യിലുള്ള തെളിവുകൾ നിരത്തി നട്ടല് വളയാതെ സംസാരിക്കുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന വേദലക്ഷ്മിയുടെ ഭാഗത്ത് അല്പമെങ്കിലും ശരിയുള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, വേദലക്ഷ്മി, ഇവരിൽ ആര് പറയുന്നതാണ് സത്യം? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കണമോ? കാരണം ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം ഉണ്ടാക്കിയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അന്തം ഫാൻസിന് ഇത് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ലെങ്കിലും കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന മലയാളികളിൽ ഒരു 80% ആളുകൾക്കെങ്കിലും ഇതിനോടകം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ആരാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി വേദലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്നു. അവർ ബിഗ് ബോസിൽ നിന്ന സമയത്തൊന്നും എനിക്ക് അവരെ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇവർ രണ്ടുപേരും കണക്കാകട്ടോ. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് പോലെ വലിയൊരു റിയാലിറ്റി ഷോയിൽ വന്ന് എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്നൊന്നും യാതൊരു തിരിച്ചറിവും ഇല്ലാതെ സ്വന്തം തലയിൽ എന്നാ തോന്നുന്നു അത് അങ്ങോട്ട് പറയുക. വേദലക്ഷ്മി അക്കാര്യത്തിൽ മുൻപന്തിയിലാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളോടും എനിക്ക് തീരെ യോജിപ്പില്ലായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദില നൂറയ്ക്കെതിരെ പുള്ളിക്കാരത്തെ അവരെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കണ്ണിച്ചോരയില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് ഒരിക്കലും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വകതിരിവ് പോലും പലപ്പോഴും കാണിച്ചിട്ടില്ലാത്തൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് എനിക്ക് വേദലക്ഷ്മിയെ ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ വേദലക്ഷ്മിയും ഡോക്ടർ റോബിനും തമ്മിൽ നല്ല മുട്ടനാടി നടക്കുകയാണ്. ഇവർ തമ്മിൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ പൈസ എന്തൊക്കെയോ നടത്തിയിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളായിരുന്നു. വേദലക്ഷ്മി ബിഗ് ബോസിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർ റോബിൻ ആയിരുന്നു പുള്ളിക്കാരത്തെ പിന്താങ്ങിയിരുന്നത്. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാം 1.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാമിൽ വേദലക്ഷ്മിയുടെ ഒരു പടുകൂട്ടൻ ഫ്ലെക്സ് പോസ്റ്റ് ഇട്ടിട്ട് വേദലക്ഷ്മിയെ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പൈസ കൊടുക്കുകയോ വാങ്ങുകയോ വാങ്ങിച്ചവൻ കൊടുക്കാതിരിക്കുകയോ കൊടുത്തവൻ മൂഢനായി വിഡ്ഢിയായി പല പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങി നിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ രണ്ട് ഭാഗത്തു നിന്നും വരുമ്പോൾ എനിക്കൊട്ടും ഇഷ്ടമില്ലാതിരുന്ന വേദലക്ഷ്മിയുടെ ഭാഗത്ത് അല്പമെങ്കിലും ശരിയുള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഡോക്ടർ റോബിനെ വിശ്വസിക്കുന്നില്ല? പുള്ളി പറയുന്ന എല്ലാം കള്ളമാണ് എന്ന് എനിക്ക് തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് ചരിത്രം മുതലുള്ള കാര്യങ്ങൾ, ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മാത്രം മനസ്സിലാവും. ബിഗ് ബോസിൽ പുള്ളി കയറുന്നു, അന്ന് വരെ ഉണ്ടായിരുന്ന മലയാളം ബിഗ് ബോസ് ചരിത്രത്തെ തന്നെ തകിടം മറിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു. ഒച്ച വെച്ചും ബഹളം വെച്ചും ആളുകളുടെ ഇടയിലേക്ക് പുള്ളി അങ്ങോട്ട് കയറുകയായിരുന്നു. ഒരുപാട് അമ്മമാർക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ചു. ഒരുപാട് യുവാക്കൾക്ക് ഇദ്ദേഹം ജ്യേഷ്ഠനെ പോലെ ആയിരുന്നു. അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു മത്സരാർത്ഥികൾക്കും കിട്ടാത്തത്ര ജനപിന്തുണ നേടിക്കൊണ്ട് ഇങ്ങനെ വിജയിച്ച് വരവേ ഫിസിക്കൽ അസോൾട്ട് എന്നൊരു മണ്ടത്തരം, അതാണ് ഈ വേദലക്ഷ്മി ഇവർ രണ്ടുപേരും കണക്കാന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ എവിടെ എങ്ങനെ ചെയ്യണം പറയണമെന്ന് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് മൂലം ഒരു മത്സരാർത്ഥി ബിഗ് ബോസിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ നിയമം വെച്ച് ഈ മത്സരാർത്ഥി അതുവരെ അവിടെ നിന്നിരുന്ന പേയ്മെന്റ് പോലും ഇവർക്ക് കൊടുക്കത്തില്ല എന്ന് മാത്രമല്ല ഈ മത്സരാർത്ഥി ഒരു കോമ്പൻസേഷൻ പോലെ അവിടെ എത്രയോ എമൗണ്ട് കെട്ടിവെക്കണം. ചുരുക്കം പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. പക്ഷേ 60ാമത്തെ 67ാമത്തെ ദിവസം ഇദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ബിഗ് ബോസിൽ നിന്ന് ലഭിക്കാവുന്നതിനേക്കാൾ ഇരട്ടി ഫിനാൻഷ്യൽ കപ്പാസിറ്റി പുള്ളി നേടിയെടുത്തു. കാരണം ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു 5 മുതൽ 10 വരെ ഇനോഗ്രേഷൻസ് ഇദ്ദേഹമായിരുന്നു ആ സമയത്ത് ഹണി റോസിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് വാങ്ങിച്ച് ഇനോഗ്രേറ്റ് ചെയ്തിരുന്ന ഒരു സെലിബ്രിറ്റി. ആ ഒരു സ്റ്റാറ്റസിലേക്ക് പുള്ളിയെ തന്നെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. PR വഴിയാണോ പുള്ളി സ്വയമായിട്ട് കഷ്ടപ്പെട്ട ആ ഒരു പ്രശസ്തിയിലേക്ക് എത്തിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബിഗ് ബോസിൽ നിന്നും ഒരൊറ്റ നയാ പൈസ കിട്ടാതെ പുറത്തായ മത്സരാർത്ഥി ബിഗ് ബോസ് അതിനുശേഷം ഒരു വർഷത്തിനിടയ്ക്ക് സമ്പാദിച്ചത് കോടിക്കണക്കിന് തുകയുടെ ആസ്തിയാണ്. പക്ഷേ പോകെ ഇതിനിടയിലൊക്കെ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി കള്ളമാണ്, അദ്ദേഹം ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് തെളിവുകൾ സഹിതം ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഒരു 6 മാസം ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന 100% ആളുകൾ 6 മാസത്തിന് ശേഷം ഓരോ ആളുകളായിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് മാറി. അതും ഇദ്ദേഹത്തോട് ചേർന്ന് നിന്ന ആളുകൾ തന്നെ ഇവൻ മഹാകള്ളനാണെന്നും ഇവനെ വിശ്വസിക്കാൻ പാടില്ല എന്നും, അതായത് അവരുടെ പ്രൈവസി പോലും മുതലെടുത്തിട്ട് ഇവന്റെ പ്രശസ്തിക്ക് വേണ്ടി ഇദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാരണങ്ങൾ തെളിവ് സഹിതം പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഉദാഹരണമാണ് ഷാലു പേയാട് എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ. അദ്ദേഹം പ്രിയദർശൻ സിനിമകളിലൊക്കെ സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹവും ഡോക്ടർ റോബിനുമായിട്ട് പരിചയപ്പെടുന്നു, സുഹൃത്തുക്കളാവുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്വകാര്യ നിമിഷങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഈ പറയുന്ന വ്യക്തി ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി മുതലെടുക്കുന്നു. അതായത് പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകനുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ അനുവാദമില്ലാതെ അവിടെ കയറി എന്തൊക്കെയോ ഇടപെടുകയും, അതുപോലെ ദിലീപ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ആക്ടർ ദിലീപ് പറഞ്ഞു അത്രേ, ഇനി മുതൽ ഞാനല്ല ജനപ്രിയ നായകൻ, ഇനി മുതൽ നീയാണ് ജനപ്രിയ നായകൻ എന്ന് ഡോക്ടർ റോബിനോട് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിലൂടെ
പറയുകയുണ്ടായി. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, എണ്ണി പറയുകയാണ് കേട്ടോ, പുള്ളിക്കാരൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കുറേ രീതികൾ. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന തമിഴ് ഡയറക്ടറിനെ എല്ലാവർക്കും, പാൻ ഇന്ത്യൻ ഡയറക്ടറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ലിയോ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ചകളും ആ സിനിമയുടെ ഹൈപ്പും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പോസ്റ്റിന് താഴെ ഇട്ടിരിക്കുന്നു, താങ്ക് യു സോ മച്ച് ലോകേഷ് കനകരാജ്. അതായത് ഒറ്റ നോട്ടത്തിൽ അത് വായിക്കുന്ന വിവരമില്ലാത്ത ഏതൊരു മനുഷ്യനും വിചാരിക്കും ലോകേഷ് കനകരാജ് ഇദ്ദേഹവുമായിട്ട് മീറ്റ് ചെയ്തു. ലോകേഷ് കനകരാജിന്റെ അടുത്ത ചിത്രത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നായകൻ. ഇങ്ങനെയൊരു സംഭവം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വിചാരിച്ച് ഫേക്കായിട്ട് ഒരു ചളുപ്പും ഇല്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ ഇതുപോലുള്ള കള്ളങ്ങൾ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത വിരുദ്ധൻ. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം സിനിമ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്നു, നായകനും നടനും ഒക്കെ പുള്ളിയാണ് എന്നുള്ള രീതിയിൽ ഒരു സിനിമയുടെ പോസ്റ്റർ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ പോസ്റ്ററിൽ തന്നെ കള്ളങ്ങളോട് കള്ളങ്ങളായിരുന്നു. മറ്റ് സിനിമാ പോസ്റ്ററുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒന്നുമില്ലാത്തൊരു സിനിമാ പോസ്റ്റർ. ആകെ ഉണ്ടായിരുന്നത് ഇദ്ദേഹം കൈകൂപ്പി നിൽക്കുന്ന ആ ചിത്രത്തിൽ 2 കൈയിലും 2 വാച്ച്. അതെന്തിനാണ് 2 വാച്ച് എന്ന് ചോദിച്ചപ്പോൾ, ഒന്ന് ശത്രുവിൻ്റെ സമയം നോക്കാനും ഒന്ന് എൻ്റെ സമയം നോക്കുവാനും എന്നുള്ള സെൻസ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ്, അതായത് സിനിമ ഞാൻ എടുക്കാൻ പോകുന്നു, ഞാൻ നായകനാണ്, അങ്ങനെയും ചില ആളുകളെ, അതായത് 100% ഇദ്ദേഹത്തിൻ്റെ ഫാൻസിനെ പറ്റിച്ചു. ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ മലയാളികൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പുള്ളിക്ക് തിളങ്ങി നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വാശിയോടുകൂടി കുറേ കള്ളങ്ങൾ കൊണ്ട് ചീട്ടുകൊണ്ടാരം ഉണ്ടാക്കിയ മനുഷ്യൻ. അപ്പം ഈ വക കാര്യങ്ങൾ ഞാനിങ്ങനെ നിസ്സാരമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ അന്ന് അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന പല ആളുകളും ഇതെന്തുമാണ് ഇയാൾ കാണിക്കുന്നത് എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തികളായിരുന്നു. പിന്നെ മാത്രമല്ല, ബോളിവുഡിൽ തന്നെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്ത പ്രിയദർശൻ്റെ പേര് ഇദ്ദേഹം മിസ്യൂസ് ചെയ്യുന്നു. ദിലീപ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നടൻ്റെ പേര് മിസ്യൂസ് ചെയ്യുന്നു. ഷാലു പേയാട് എന്ന് പറയുന്ന വ്യക്തിയെ, അയാളുടെ സ്വകാര്യതകളെ മിസ്യൂസ് ചെയ്യുന്നു. എല്ലാം കള്ളങ്ങളാണ് ഇതിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ബാഡ്ജായിട്ട് നിൽക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് പുള്ളി വിവാഹത്തിലേക്ക് എത്തുന്നു. അതും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. ഒരു പാവം പെൺകുട്ടി. അവൾ മാക്സിമം ഇൻട്രോവേർട്ടായി എല്ലാത്തിൽ നിന്നും അന്തർമുഖിയായിട്ട് അവളുടെ കഴിവിലൂടെ ജീവിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി. എല്ലാ പെൺകുട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഒന്ന് മാറിയതുപോലെ തോന്നുന്നു. അതിനുശേഷം ഇദ്ദേഹം BJP പ്രവർത്തകനായിട്ട് വീണ്ടും അവതരിക്കുന്നു. എൻ്റെ പൊന്നെ, ഞാൻ ഇവിടെ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്തിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ട്രിവാൻഡ്രത്ത് ഈ PSCയുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. 4-3-7 പേർ ചേർന്ന് പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് പുള്ളി. ഡ്രസ് കോഡൊക്കെ ഉണ്ട്. BJP ആയതുകൊണ്ട് കാവി ഷർട്ടാണ്, പിന്നെ ഈ കേരള മുണ്ടൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം, ക്യാമറമാൻസിനെ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫറിനെയൊക്കെ അടുത്ത് നിർത്തിയിട്ട് പുള്ളി ഒരു വീഡിയോ വേണം, നീലക്കുയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ചാനലിൽ ഒരു വീഡിയോ കിട്ടണം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം, ഞാൻ രാഷ്ട്രീയത്തിൽ കയറി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് BJP എന്താണെന്നോ രാഷ്ട്രീയം എന്താണെന്നോ ഒരു മണ്ണാങ്കട്ടയും അറിയാത്തൊരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ കോമാളി വേഷം കിട്ടുന്നത് ഞാൻ ആലോചിച്ചു. എൻ്റെ പൊന്നെ, 1-2 വീഡിയോസ് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു ചമ്മൽ തോന്നിയിട്ട് നമ്മളത് സ്വൈപ്പ് ചെയ്ത് മാറ്റുക ചെയ്യുന്നത്. ഒരു വീഡിയോ ഞാൻ കണ്ടു, ജലപീരങ്കി അടിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ മുന്നിൽ പോയി. കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിലൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ കോഴി വസന്ന് വന്ന കോഴികൾ നിൽക്കുന്ന കണക്ക് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ പുള്ളി എന്ത് വലിയൊരു സംഭവമാണെന്ന് വീണ്ടും ആളുകളെ ധരിപ്പിക്കുക. എന്താണ് ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് എനിക്കറിയത്തില്ല. ഓരോ കള്ളങ്ങളും നല്ല ഉള്ളിയുടെ തൊലി ഇങ്ങനെ പൊളിച്ച് കാണിക്കുന്നത് പോലെ ഓരോ വ്യക്തികൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും വീണ്ടും അതിൻ്റെ ഇരട്ടി ചങ്കൂറ്റത്തോടെ യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്ന് ഫേക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്നത് എന്തിന്? ഇദ്ദേഹം ആ BJPയിൽ ആ രാഷ്ട്രീയത്തിൽ കടന്നതും അതിനുശേഷം ഇദ്ദേഹം കാണിച്ച കോപ്രായങ്ങളും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, അത് സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട്, ക്യാമറ അറ്റൻഷന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറേ കാര്യങ്ങൾ. അപ്പം ഈ അടുത്തിടെ വന്ന ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള സംഭവത്തിൽ നിന്നും പുള്ളിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പുള്ളി BJPയിൽ കയറിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കയറണമല്ലോ. അതിപ്പോൾ BJP അല്ല, CJP അല്ല, ഇനിയും കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, ഏത് പാർട്ടി പുള്ളിയെ അതായത് പുള്ളി റിക്വസ്റ്റ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ പുള്ളി ആ പാർട്ടിയിൽ കയറും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഇത് ജനങ്ങൾ അറിയുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പടച്ചട്ട പോലെയാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തെ കൊണ്ട് നടക്കുന്നത്. അദ്ദേഹം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ വില എന്ത്, അതിൻ്റെ കുറവെന്ത്, ഇതിനെക്കുറിച്ചൊന്നും പുള്ളിക്ക് അറിയണ്ട, പുള്ളിക്ക് നിൽക്കണ്ട. പുള്ളിക്ക് പ്രശസ്തനാവണം, പൈസ വേണം എന്നുള്ളത് ഈ സാഹചര്യത്തിൽ 2ാം ഘട്ടത്തിലും. ഒന്നാമത്, പുള്ളി നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് ലോകം അറിയാതെ ഇരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കണം എന്നുള്ള ആ കൊനഷ്ട പിടിച്ച ബുദ്ധി കണ്ടില്ലേ?
ആ ഒരു ബുദ്ധിയുടെ ഭാഗം മാത്രമാണ് BJPയിൽ ഇന്ന് ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ ആരാണ് ശരി? വേദലക്ഷ്മിയാണോ അതോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണോ? എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ കള്ളങ്ങൾ ഓരോന്നായിട്ട് അക്കമിട്ട് എണ്ണിയാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്നും എനിക്കിഷ്ടമില്ലാതിരുന്ന വേദലക്ഷ്മി പറയുന്നതാണ് സത്യമെന്നേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങൾ വേദലക്ഷ്മിയും ഇദ്ദേഹവും സോഷ്യൽ മീഡിയകളിലൂടെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാളെ വൈകിട്ട് 4 മണിക്ക് ഞാനൊരു പ്രസ് മീറ്റ് നടത്തും. പ്രസ് മീറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ വെച്ചിരുന്നത് പുഡീസ് ബുട്ടീക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, എന്നെപ്പോലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവും. അവസാനം പ്രസ് മീറ്റ് വന്നു. ആ ബുട്ടീക്കിനുള്ളിൽ ഒരു 3 മൈക്കുണ്ട്. എന്നിട്ട് അവരോട് പുള്ളി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഫോൺ പുള്ളി നേരെ ചൊവ്വേ കാണിക്കുന്നത് പോലുമില്ല. ആ പ്രസ് മീറ്റ് വന്നപ്പോൾ ഈ ഡോക്ടർ റോബിൻ്റെ അന്തം ഫാൻസ് വിചാരിച്ചാണ്, കണ്ടോ ഞങ്ങളുടെ ഡോക്ടറാണ് സത്യം, ചങ്കൂറ്റുള്ളതുകൊണ്ടല്ലേ പ്രസ് മീറ്റ് വിളിക്കുന്നതെന്ന്. പക്ഷേ കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവും അതൊരു പ്രസ് മീറ്റ് ഒന്നുമല്ല, അതൊരു ഉഡായിപ്പ്. അതായത് പുള്ളി പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെങ്കിൽ 10-20,000 രൂപ കൊടുത്തു കഴിയുമ്പോൾ മൈക്കും പിടിച്ച് വാലെ തൂങ്ങി വരുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ ആ ഒരു ഉഡായിപ്പ് പ്രസ് മീറ്റ് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും എന്നുള്ള അടുത്ത കൊനസ്റ്റ് ചിന്ത. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന വേദലക്ഷ്മി മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് ചെന്നിരിക്കുകയാണ്. മീഡിയ 1 തുടങ്ങി റിപ്പോർട്ടർ ചാനലിൽ വരെ വേദലക്ഷ്മി പോയി ചങ്കൂറ്റത്തോട് പോയിരുന്ന് ഓരോ തെളിവുകൾ കൊടുത്ത് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കണമെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്നും ആരുടെ പൈസ ആരുടെ കക്ഷത്താണ് ഇരിക്കുന്നതെന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കള്ളത്തരം കാണിച്ചവൻ ചെറിയൊരു റൂമിനകത്ത് 3-4 മൈക്കുകൾക്ക് മുന്നിലിരുന്ന് പറയാനുള്ള ചങ്കൂറ്റമേ ഉള്ളൂ. പക്ഷേ പൈസ പോയി സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലെ ഏത് വലിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയിരുന്നു തൻ്റെ കയ്യിലുള്ള തെളിവുകൾ നിരത്തി നട്ടെല്ല് വളയാതെ സംസാരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഈ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ ഇപ്പോഴൊക്കെയും ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയ 1 ചാനലിൽ വേദലക്ഷ്മി സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. റിപ്പോർട്ടർ ചാനൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ പറ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഹണി ട്രാപ്പ് പോലുള്ള കാര്യങ്ങൾ വേദലക്ഷ്മിയാണ് ചെയ്യുന്നതെങ്കിൽ വേദലക്ഷ്മി ഇത്ര വലിയ മെയിൻ സ്ട്രീം ചാനൽസിൽ പോയിരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം പറയുന്നു? നേരെ മറിച്ച് ഡോക്ടർ റോബിൻ ഒരു ഇരയാണ് എങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ റോബിന് ഇതുപോലുള്ള മെയിൻ സ്ട്രീം ചാനൽസിൽ പോയിരുന്ന് കാര്യങ്ങൾ തെളിവ് സഹിതം കാണിച്ചുകൂടാ? ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ കാര്യത്തിൽ വേദലക്ഷ്മിയാണ് ശരി, വേദലക്ഷ്മിയുടെ സുഹൃത്തുമാണ് ശരി. പ്രൂഫായിട്ടുള്ള വീഡിയോസൊക്കെ വേദലക്ഷ്മിയും സുഹൃത്തും സോഷ്യൽ മീഡിയയിലൂടെ ഇത് എല്ലാവരെയും കാണിക്കുന്ന സമയത്ത് ഡോക്ടർ റോബിൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വാ. പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോയൊക്കെ എന്നെക്കൊണ്ട് അത് ത്രട്ടൺ ചെയ്തെടുപ്പിച്ചതാണ്, അതായത് ഭയപ്പെടുത്തി എടുപ്പിച്ചതാണ്, ചുമ്മാ തമാശയ്ക്കൊരു വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുത്തതാണെന്ന്. എൻ്റെ പൊന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് വേദലക്ഷ്മിയുമായിട്ട് അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് വേദലക്ഷ്മി ബിഗ് ബോസിൽ പോകുന്ന സമയത്തുള്ള പരിചയമാണ്. അത്രമാത്രം പരിചയമുള്ള ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് അവർ തമാശ രൂപത്തിൽ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ വീഡിയോ എടുക്കാനും, അല്ലെങ്കിൽ അവർ പറഞ്ഞു ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനൊരു വീഡിയോ വേണം എന്ന് പറയുമ്പോൾ വീഡിയോ എടുത്ത് കൊടുക്കാനും നിങ്ങൾ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത, ലോകം എന്തെന്ന് അറിയാത്ത ഒരു മനുഷ്യനൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് MBBS എന്ന് പറയുന്ന ഒരു ഡോക്ടറേറ്റ് തന്നെയല്ലേ കിട്ടിയത്, അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് അലറുന്ന അലർച്ചയ്ക്കുള്ള ഡോക്ടറേറ്റ് ഒന്നും അല്ലല്ലോ കിട്ടിയത്. അപ്പോൾ ഒരു MBBS കഴിഞ്ഞ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ പോലും, അതായത് ഒരാൾ വീഡിയോ എടുത്ത് തരാൻ ബുദ്ധിയോടും വിവേകത്തോടും കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തലമുറയ്ക്കിടയിൽ നിന്ന് വളരെ ബുദ്ധിശാലി എന്ന് ബിഗ് ബോസിൽ നിന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്ത ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബുദ്ധിശാലി മാത്രമല്ല കുരുട്ട് ബുദ്ധിയും അതിലേറെയുണ്ടെന്ന് ബിഗ് ബോസിൽ പുറത്ത് വന്നതിന് ശേഷവും ഞങ്ങളെയൊക്കെ മനസ്സിലാക്കി തന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വേദലക്ഷ്മി ഇങ്ങനെ കീ കൊടുത്തപ്പോൾ എന്തിനു ആടി? ആ പറഞ്ഞതൊരു അൺനെസസറി ആൻഡ് അൺവാണ്ടഡ് റീസൺ അല്ലേ? അങ്ങനെ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇതിലും വലിയ ചാനൽസ് ഇനിയുമുണ്ട്, മനോരമ, ഏഷ്യാനെറ്റ്, അവരുടെയൊക്കെ മുന്നിൽ പോയി നിങ്ങളും സംസാരിക്കുക. നല്ല ജീവനുള്ള തെളിവുകൾ ആയിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ലോകത്തിന് മുന്നിൽ ഇങ്ങനെ കോമാളി വേഷം കിട്ടുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്നാൽ അന്തസ്സോടെ ആഭിജാത്യത്തോടു കൂടിയും നല്ല ഒരു പൊതുപ്രവർത്തനം ചെയ്യാൻ പറ്റും ഏതൊരു പൗരനും. അതിപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ശശി തരൂർ അല്ലെങ്കിൽ VD സതീശൻ ഇവർക്ക് മാത്രമേ പറ്റൂ എന്നൊന്നുമല്ല. നമുക്ക് വേണമെങ്കിലും നല്ലൊരു പൊതുപ്രവർത്തകനൊക്കെയാണ് മാന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയെ ഇത്രമാത്രം കോമാളി വേഷം കെട്ടിച്ച്, അതായത് PSC
CBSEക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ അവിടെ എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. ഈ ഡൽഹിയിൽ ആ കുട്ടികൾ, അതായത് നീറ്റിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയതിന് മുന്നേ നിങ്ങൾ എന്തുകൊണ്ട് PSC അതിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തിയില്ല? ഇദ്ദേഹം ഫിനാൻഷ്യലി ഒരുപാട് താഴെ തട്ടിലാണ് എന്ന് ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ആരതി പൊടിയുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ തന്നെ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പാലാരിവട്ടത്ത് റോംസ് ആൻഡ് റാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റ് ഗ്രൂമിങ് ഷോപ്പുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് പാലാരിവട്ടത്ത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു 2-3 മണിയാവും മുതൽ ആ ഒരു സ്ഥലം മുതൽ നമ്മുടെ കലൂർ വരെ, അതായത് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് വരെ കുറച്ച് ബ്ലോക്ക് ആയിരിക്കും. മെട്രോ വന്നതിന് ശേഷം ആ ഭാഗങ്ങൾ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കുഞ്ഞും ഒരു ദിവസം ഞങ്ങൾക്ക് കലൂർ വരെ പോകണമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആ റോംസ് ആൻഡ് റാക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയ സമയത്ത് എൻ്റെ കുഞ്ഞ് കാറിൻ്റെ പുറകിലായിരുന്നത്. അവൾ പുറകിൽ ഇരുന്നിട്ട് ഡിക്കിയുടെ ആ മിററിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ കുറേ സമയം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ, മമ്മി ഇത് ആരതി പൊടി, എൻ്റെ മോൾക്ക് ഇവരെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്, ഡോക്ടർ റോബിനെയും ഭയങ്കര ഇഷ്ടമാണ്, ആരതി പൊടിയും ഭയങ്കര ഇഷ്ടമാണ്. അന്ന് അവൾക്ക് 6-7 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിങ്ങനെ പറഞ്ഞു, മമ്മി ദേ ഡോക്ടർ റോബിൻ, ദേ ആരതിപ്പൊടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കാറിൽ ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുക, ഞാനിങ്ങനെ പുറകിലേക്ക് നോക്കിയപ്പോൾ ഇവരുടെ BMW വൈറ്റ് കളറിലെ BMW കാറാണ്. അപ്പോൾ പുള്ളി ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിൽ തന്നെ ആരതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിങ്ങനെ കൈ കാണിച്ചപ്പോൾ ആരതിയും ഇങ്ങനെ ബൈ ടാറ്റ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറ് സൈഡിലേക്കൊന്ന് ഒതുക്കിയപ്പോഴത്തേക്കും ഈ BMW ഫ്രണ്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഈ കാറ് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷേ അതിൻ്റെ പുറകിലത്തെ മിറർ കയറ്റാൻ പറ്റാതെ താഴത്തേക്ക് ഇരിക്കുകയാണ്. അതായത് ബാക്ക് സീറ്റിലെ മിറർ ഇല്ല, മിററല്ല, ഗ്ലാസ്, വിൻഡോ ഗ്ലാസ് ഇല്ല, അതിങ്ങനെ താഴത്തേക്കോ അത് ഗ്ലാസ് ഇളകി പോയതുമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഫിനാൻഷ്യൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് മോഹൻലാലിൻ്റെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ പുള്ളി എറണാകുളത്ത് എവിടെയോ ഭയങ്കര പോഷായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അവിടെ താമസിക്കുന്നു എന്നുള്ളതൊക്കെയാണല്ലോ പുള്ളി പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു അപ്പാർട്ട്മെൻറ്റ് ടൂറൊക്കെ പുള്ളി ഒരു ദിവസം പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിലൂടെ. ഇതാണ് ഞാൻ താമസിക്കുന്നത്, ഭയങ്കര പോഷായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പോഷ് ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ അങ്ങനെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു സെക്കൻഡ് ഹാൻഡ് BMW, അത് പുറകിലത്തെ ഗ്ലാസ് ഡാമേജ് ആയിട്ട്, വിൻഡോ ഗ്ലാസ് ഡാമേജ് ആയിട്ട് അത് ശരിയാക്കാതെ അങ്ങനെ തന്നെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. എന്നെ ചൊറി മനസ്സുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ പറയും പിന്നെ അതൊക്കെ ഒരു തെറ്റാണോ? പക്ഷേ എൻ്റെ ആ ഒരു നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുക. അന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഭയങ്കര ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ അങ്ങോട്ടൊരു വ്യക്തി, ആരതിപ്പൊടി, അതൊക്കെ നമ്മളിങ്ങനെ കാണുക. സിലിക്കോണിൻ്റെ, അതായത് ആ ഇടയ്ക്കാൻ തോന്നുന്നത് സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആരതിപ്പൊടിയും റോബിനും അതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നാന്ന് തോന്നുന്നു. എന്നിട്ടും പുള്ളി എന്താ ഈ കാറൊന്നും ശരിയാക്കാത്തത് എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് വരികയും ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തു, മേ ബി ഈ കാണുന്നൊന്നും ആയിരിക്കില്ല, സോഷ്യൽ മീഡിയയിൽ പുള്ളി കാണിക്കുന്നൊന്നും ആയിരിക്കില്ല, റിയൽ ലൈഫിൽ പുള്ളി കുറച്ച് ദൂർത്തടിച്ച് ഇതൊക്കെ പോകുന്നുണ്ടായിരിക്കും. എന്നാലും ഫിനാൻഷ്യലി പുള്ളി ഒട്ടും സെറ്റിലല്ല എന്നുള്ളൊരു കാര്യം അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായി. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും സൊസൈറ്റിക്ക് മുന്നിൽ കോമാളി വേഷം കെട്ടാതിരിക്കുക. കാരണം നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന സമയത്ത് വെറും ഒരു മത്സരാർത്ഥിയായിട്ട് നിങ്ങൾ അവിടെ നിന്ന സമയത്ത് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മമാരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് യുവാക്കൾ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കണ്ട് അത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. ആ കിട്ടിയ ഒരു സ്നേഹവും പരിഗണനകളും അത് ദേഷ്യത്തിലോട്ട് മാറ്റാതെ ഇരിക്കുക എന്നുള്ളത് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങളായിരുന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ പണത്തിൻ്റെ പിറകെ പോയി, പ്രശസ്തിക്ക് പിറകെ പോയി നിങ്ങൾ ആളുകളുടെ മുന്നിൽ വിഡ്ഢിവേഷം കെട്ടുകയും കള്ളത്തരങ്ങൾ ഒരുപാട് കാണിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു കേസ് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളായിട്ട് ജീവിക്കുക. MBBS കഴിഞ്ഞൊരു വ്യക്തിയല്ല. ഈ വ്യക്തി എന്തുകൊണ്ട് ഒരു ഡോക്ടറായിട്ട് ഒരു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പുള്ളി ജോലി ചെയ്യുന്നില്ല? ആതുര സേവനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണോ ഡോക്ടർ റോബിൻ? നിങ്ങൾ എന്തിനാണ് MBBS ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചത്? നിങ്ങൾക്ക് അതിനു വേണ്ടി എത്രമാത്രം പൈസ ചിലവാക്കിയിട്ടുണ്ടാവും? അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. അന്ന് ആ സമയത്ത് 2010 അവൾക്ക് MBBS അഡ്മിഷന് വേണ്ടിയിട്ട് 53 lakhs ആയിരുന്നു അവിടെ കൊടുത്തത്. NRI സീറ്റിലേക്ക് വേണ്ടിയിട്ട് കൊടുത്തത് 53 lakhs ആയിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ആ സമയത്തൊക്കെ പഠിച്ച വ്യക്തി ആയിരിക്കാം. അപ്പോൾ എത്രമാത്രം പൈസ കൊടുത്തിട്ടായിരിക്കാം അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തത്? ആതുര സേവനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പ്രശസ്തിയെക്കാട്ടിലും നിങ്ങൾ ഈ പിടിച്ചു പറിക്കുന്ന പൈസയെക്കാട്ടിലും ഒക്കെ മൂല്യമുള്ളൊരു ജോലിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നില്ല? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ മെഡിസിറ്റിയിലോ ആസ്ട്രലോ അവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നുള്ള വ്യക്തിക്കുള്ളൊരു ബ്രാൻഡ് വാല്യൂ
അക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡോക്ടറായിട്ട് ജോലി ചെയ്താൽ ആളുകൾക്കൊക്കെ എത്ര സ്നേഹമായിരിക്കും അറിയാമോ? നിങ്ങൾക്ക് അന്ന് കിട്ടിയ ഇന്ന് നിങ്ങൾക്കില്ലാത്ത ആ ഒരു ജനപിന്തുണ നിങ്ങൾക്ക് അറിയാതെ തന്നെ കിട്ടും. അപ്പോൾ ഇനിയെങ്കിലും പച്ചയായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക. നിങ്ങൾ പണ്ട് അലറിക്കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു പച്ച മനുഷ്യനാണ്. നിങ്ങൾ പച്ച മനുഷ്യനായിട്ട് ഇനിയെങ്കിലും നിൽക്കുക. വേദലക്ഷ്മിയോട് പറയാനുള്ളത്, എൻ്റെ പൊന്നു കുഞ്ഞെ, നീ 8 മുതൽ 10 ഇനി 75 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞാലും ഇത് നിയമപരമായിട്ട് പോയാൽ പോലും തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പൈസ വാങ്ങിച്ചവൻ അത് കീശയിൽ വെക്കും, അവൻ നിയമപരമായിട്ട് പൊക്കോളാൻ പറയും. ഇത്തരത്തിലുള്ള കേസായതുകൊണ്ട് തന്നെ കോടതി മുറികൾ കയറി ഇറങ്ങി ഈ 75 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ 175 ലക്ഷം രൂപയുടെ ചിലവുകൾ നിനക്ക് വരുന്നതിനപ്പുറത്തേക്ക് പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ പോലും വേണ്ട. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിന് വേണ്ടി കയ്യിലിരിക്കുന്ന പൈസ കൊടുക്കാതെ ഇരിക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ പ്രീതി നേടാൻ നിന്നാൽ ഇങ്ങനെയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടുമേ താല്പര്യമില്ലായിരുന്ന വേദലക്ഷ്മിയാണ് സത്യമെന്നും അവർ ഈ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ പിടിവലി കൂടുന്ന ഒരു വ്യക്തി അല്ല എന്നും എവിടേക്കോ എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് 100% സത്യം.